എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇതേ ഞങ്ങളുടെ ഇന്നത്തെ ഡെക്കറേഷൻ, ഞങ്ങളുടെ പുൽക്കൂടിൻ്റെ ഡെക്കറേഷൻ എത്രമാത്രം എന്നൊന്ന് കാണിച്ചു തന്നെ കേട്ടോ. ഇത് ഇത്രയൊക്കെ ആയോളൂ. ഒരു സൈഡൊന്നും ഓക്കെ ആയിട്ടുണ്ട്, മറ്റേ സൈഡ് ഓക്കെ ആയിട്ടില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് കാണിച്ചു തന്നതാട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരുടെ അഭിപ്രായങ്ങളൊന്ന് പറയണേ. നമ്മുടെ വീടിൻ്റെ ഇപ്പോഴത്തെ ഒരു ഔട്ട്ലുക്കായിട്ടായി കാണുന്നത്. നമ്മുടെ പുൽക്കൂടും കംപ്ലീറ്റ് ആയില്ല, എന്നാലും സ്റ്റാറും ക്രിസ്മസ് ട്രീ എല്ലാം കൂടെ കൂടിയ ഒരു ഔട്ട്ലുക്കാണ് ഞാനിപ്പോൾ കാണിക്കണേ കേട്ടോ. അപ്പോൾ ഇന്നൊരു സൺഡേ ആണല്ലേ. അപ്പോൾ ഇന്ന് മക്കൾക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ അല്ലാണ്ട് എങ്ങനെയാണ്, എന്തെങ്കിലും ഒരു വെറൈറ്റീസ് വേണ്ടേ. അപ്പോൾ ഇന്ന് നമുക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. മക്കൾക്ക് എല്ലാം നല്ല സന്തോഷമായിട്ട് കഴിക്കണം കണ്ടോ. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഞാൻ ഓർത്തു, എന്നാൽ ചിക്കൻ കറി ഉണ്ട്, എന്നാൽ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിക്കോട്ടെ, അവർക്കാണെങ്കിൽ സന്തോഷമാവുമല്ലോ. അതുകൊണ്ടാണ് ഇന്ന് നെയ്ച്ചോറ് വയ്ക്കാൻ പ്ലാൻ കേട്ടോ. ഇത് കണ്ടോ, ഇത് നമ്മുടെ താഴെ പറമ്പിലെ റോബസ്റ്റാക്കോല വെട്ടിക്കൊണ്ട് വന്നു കേട്ടോ. നല്ല വെയിറ്റ് ആയിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. ബുദ്ധിമുട്ടിയാണ് ഇവിടം വരെ ഒന്ന് എത്തിച്ചത് കേട്ടോ. പിള്ളേരെല്ലാം കൂടെ നല്ല കളിയായിരുന്നു കേട്ടോ. അതേടാ നിങ്ങൾ കളിക്കുമല്ലായിരുന്നോ? അന്നേരം ഞങ്ങൾ വെട്ടിക്കൊണ്ട് വന്ന റോസ്റ്റാക്കോലയാ. അമ്മ ഇത് പഴിപ്പിക്കാനാണോ അമ്മ? ഇത് പഴിപ്പിച്ച ആര് തിന്നാടാ, നമുക്ക് കൊടുക്കാം. ഇത് ഫുള്ളേ തിന്നില്ല, തിന്നു തീർക്കില്ല, വലിയ പോലെയല്ലേ അല്ലേ പൊന്നൂസേ? അമ്മക്ക് ഇന്നെങ്കിലും നേരത്തെ വിളിക്കാൻ മേലെ അമ്മ, നേരത്തെ ഒന്നിച്ചിട്ട് ചുമ്മാ ഇരിക്കാൻ മേലെ അമ്മ. എത്ര നേരല്ലേ ആയോളൂ, 5:30 ആയല്ലേ ആയോളൂ. ഇത്തിരി നേരം ഇതൊന്നും വേണ്ട, നമ്മുടെ പാവല വേണ്ട. ഇത് നോക്കി, നമ്മുടെ പാവലേ കയറി വേണ്ട. അതിന് 2 കമ്പ് വെച്ച് കൊടുക്കുവാണെങ്കിൽ അതൊന്ന് കയറി വരുമല്ലോ, അതിന് വേണ്ടി. നിനക്ക് പാവയ്ക്ക ഇഷ്ടാണോ? നിനക്ക് പാവയ്ക്ക ഇഷ്ടാന്നോ? അല്ല. അടിപൊളി. ഇതേ കണ്ടോ, നീ കണ്ടോ? ഇത് നോക്കി, പാവയ്ക്ക കണ്ടോ? മൂക്കട്ടെ, മൂത്തില്ല. എങ്ങോട്ടാ അമ്മ? ഞാൻ 2 വിറക് മനസ്സിലായോ? വാർക്കപ്പൊക്കത്തിന്ന് ഇപ്പൊ വിറകാണോ അമ്മ? വാർക്കപ്പൊക്കത്തിന്ന് വിറകല്ലടാ. അതെ, നമ്മുടെ മുറ്റത്ത് വെയിലില്ലാത്തോണ്ടേ ഞാനത് വാർക്കയുടെ മുകളിൽ കയറ്റിയിട്ടാ കത്തിക്കാനുള്ള വിറക് ഉണങ്ങാൻ വേണ്ടി വാർക്കയുടെ മുകളിൽ കൊണ്ടുപോയിട്ടു. അത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ എടുത്തതാ. നാളത്തെ വെട്ടി ഒടിച്ചിട്ടാലല്ലേ നാളെ രാവിലത്തേക്ക്. ഇതെല്ലാം ഒടിഞ്ഞൂലോ, ഉണങ്ങിയിരിക്കണോണ്ട് തന്നെ ഒടിഞ്ഞു. ഇത് വാരി എടുത്തോണ്ട് പോയാൽ നമ്മുടെ മുറ്റത്തെ വെയിലില്ലായിരുന്നു. നമ്മുടെ മുറ്റത്ത് ഇപ്പോൾ ഒരു മുറ്റത്തും വെയിലില്ല. രാവിലെ ഇത് ഉണങ്ങിയില്ലല്ലോ, ഇത് ഉണങ്ങണം. രാവിലെ ഇത്തിരി നേരം ഇവിടെ വെയിലുള്ളൂ, ബാക്കി സമയത്തൊന്നും വെയിലില്ല. അതുകൊണ്ട് ഞാൻ വാർക്കയുടെ മേളിൽ കയറ്റിയിട്ടാടാ. നമ്മുടെ ഇന്നത്തെ പുൽക്കൂടിൻ്റെ ഏകദേശ പണികളൊക്കെ സമാപിച്ചതായി അറിയിക്കുന്നു. ഇനി നാളെ കംപ്ലീറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഏകദേശം സന്ധ്യയൊക്കെ ആയി. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ തീർന്നു. ഞാൻ ഈ മൊബൈലിൽ എടുക്കുമ്പോൾ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നൊന്നും അത്ര ക്ലിയർ ആയിട്ട് വന്നില്ല എന്ന് എനിക്ക് തോന്നണം കേട്ടോ, നേരിട്ട് കാണുന്നത്. എന്നാലും നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഒന്ന് എടുത്താട്ടെ. അല്ല, ഞങ്ങൾ ക്രിസ്മസിൻ്റെ ഒരുക്കായിട്ട് എങ്ങനെയാണ് പുൽക്കൂടൊക്കെ എല്ലാവരും അങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ലൈവിലൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഏകദേശം എങ്ങനെയൊക്കെ സെറ്റ് ചെയ്തേക്കണേന്നൊന്ന് നിങ്ങളൊന്ന് കാണാൻ വേണ്ടിയാണേ.
സാധാരണ തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ കുടിക്കും കേട്ടോ. ഇന്നിപ്പോൾ കട്ടൻ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ വൈകുന്നേരം കയറിയപ്പോഴത്തേക്കും പകൽ അങ്ങനെ അങ്ങ് നടക്കും, രാവിലെ ഒരു ചെറിയ തൊണ്ടവേദന കാണും. ഇപ്പോൾ അതേ വൈകുന്നേരം കയറിയപ്പോഴത്തേക്കും നല്ല തൊണ്ടവേദനയുണ്ട്. അപ്പോൾ ചൂട് ചെല്ലുമ്പോൾ ഒരു സുഖം കിട്ടുമല്ലോ, അതുകൊണ്ട് കട്ടൻ എടുത്താൽ കേട്ടോ. നല്ല കപ്പ കേട്ടോ. അപ്പം ഞാൻ നേരത്തെ കപ്പ ഒഴിഞ്ഞു വെച്ചായിരുന്നു കേട്ടോ. കയറി വന്നിട്ട് കട്ടനും ഇട്ടു, മുളകും പൊട്ടിച്ചു. അപ്പം സൂപ്പർ, ഒന്ന് കഴിക്കട്ടെ കേട്ടോ. അപ്പം ഇന്നത്തെ ഈ ചെറിയ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊന്ന് പറയണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിലിടണം. പ്രത്യേകിച്ച് നമ്മുടെ പുൽക്കൂട് എങ്ങനെയുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊന്ന് പറയണം കേട്ടോ. അപ്പം ഇനി നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.